മജ്ജയിലും രക്തത്തിലും അർബുദം ബാധിച്ച 10 വയസ്സുകാരന്റെ ജീവൻ രക്ഷിക്കുവാൻ നാട് കൈകോർക്കുന്നു. കഞ്ചിയാർ വെങ്ങാലൂർക്കട സ്വദേശികളായ ജോബിറ്റ് ശ്രീജ ദമ്പതികളുടെ മകനായ 10 വയസ്സുകാരനായ ജസ്ബിനാണ് തിരുവനന്തപുരം RCCയിൽ ചികിത്സ തേടിയിരിക്കുന്നത്. ഇൻഫെക്ഷൻ ബാധിച്ച് അത്യാസന്ന നിലയിലായ കുട്ടിയുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ 45 ലക്ഷം രൂപയോളം ആവശ്യമായിരിക്കുകയാണ് ഇപ്പോൾ. ചെറുപ്പം മുതൽ തലകറക്കം ഉണ്ടാകുമായിരുന്ന ജസ്മിന് 5ാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് തലകറങ്ങി വീഴാൻ തുടങ്ങിയത്. തുടർന്ന് നടത്തിയ വിദഗ്ധ പരിശോധനയിലാണ് മജ്ജയിലും രക്തത്തിലും അർബുദം സ്ഥിരീകരിച്ചത്. തുടർന്ന് തിരുവനന്തപുരം RCCയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. 1 മാസം മുമ്പ് മജ്ജയിൽ ഇൻഫെക്ഷൻ ഉണ്ടായി. ജീവൻ രക്ഷിക്കാൻ മജ്ജ മാറ്റിവെക്കുകയല്ലാതെ മറ്റു മാർഗമില്ലാതെയായി. ഇതിന് 45 ലക്ഷം രൂപയോളം ചെലവ് വരും. കൂലിപ്പണിക്കാരായ മാതാപിതാക്കൾക്ക് ചികിത്സിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയിലായിരുന്നു. നാട്ടുകാരുടെയും സുമനസുകളുടെയും സഹായം സാധനശക്തിയായി നിന്നാൽ മാത്രം മതി. ബാക്കി മുഴുവൻ കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ ഇതുപോലുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നിരവധിയുണ്ട്. അപ്പോൾ അവരുടെ നമ്മുടെ എല്ലാ ബന്ധങ്ങളും നമ്മുടെ എല്ലാ മാറ്റവും പ്രയോഗിച്ചുകൊണ്ട് തന്നെ അവരെ നമുക്ക് ഇതിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ആ സഹായം കിട്ടിയെന്ന നടപടികൾ നമുക്കെല്ലാം കൂട്ടായി ശ്രമിക്കാം. കുട്ടിയുടെ ജീവൻ നിലനിർത്താൻ നാടൊന്നാകെ കൈകോർക്കുകയാണ്. ഇതിനായുള്ള ആലോചനാ യോഗം ചേരുകയും ചികിത്സാ സഹായ കമ്മിറ്റിക്ക് രൂപം നൽകുകയും ചെയ്തു. കമ്മിറ്റിയുടെ ചെയർമാനായി കാഞ്ചിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട്, കൺവീനറായി വൈസ് പ്രസിഡന്റ് സാരി ജോളി, ട്രഷററായി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജലക്ഷ്മി, രക്ഷാധികാരിയായി കൽത്തൊട്ടി ഹോളി ഫാമിലി ചർച്ച് വികാരി ഫാദർ ജിനോ വാഴയിലിനെയും തെരഞ്ഞെടുത്തു. പുതിയ ബാങ്ക് അക്കൗണ്ട് തുടങ്ങി ധനസഹായം സ്വീകരിക്കാനാണ് കമ്മിറ്റിയുടെ തീരുമാനം. യോഗത്തിൽ ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സുമനസുകൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ചിയാർ.